വാട്ട്സ് ഹാപ്പനിങ് പീപ്പിൾ, ദിസ് ഈസ് കൊച്ചി മച്ചാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, ജനതാ കർഫ്യൂയുടെ ദിവസമാണ്. അത് എല്ലാവരും വീട്ടിലിരിക്കുന്നതാണ്, എല്ലാവരും വീട്ടിൽ ഇരുന്ന് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യണം. അപ്പോൾ ഞാനും എൻ്റെ രീതി എൻജോയ് ചെയ്യണം. അപ്പോൾ അടുത്ത 2 ആഴ്ച നമ്മൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട സമയമാണ്. നമ്മൾ കൈയൊക്കെ ശരിക്കും കഴുകുക, പുറത്തേക്ക് അധികം പോകാണ്ടിരിക്കുക, പുറത്തേക്ക് പോവേ ചെയ്യരുത്, മാക്സിമം പോകാണ്ടിരിക്കുക. എന്തെങ്കിലും പോയാൽ തന്നെ മാസ്ക് ഉപയോഗിക്കുക. മാക്സിമം നമ്മൾ മുൻകരുതലെടുക്കുക. നമ്മളതാണ് ചെയ്യേണ്ടത്, പേടിക്കേണ്ട, നമ്മൾ മുൻകരുതലെടുത്താൽ മതി. നമുക്കിത് അതിജീവിക്കാൻ എന്തായാലും പറ്റും, അതിനൊരു കുഴപ്പം വരില്ല. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് എൻ്റെ മോജോ ഇല്ലേ ഒന്ന് അഴിച്ച് പണിതു. അപ്പോൾ കുറേ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റി അഴിച്ച് പണിതപ്പോഴത്തേക്ക് ഞാൻ അതൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയുള്ള വീഡിയോ ആണ്. വീട്ടിലിരിക്കുകയാണല്ലോ, അപ്പോൾ എന്തായാലും വണ്ടി ഒന്ന് പണിതേക്കാമെന്ന് കരുതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഊരിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഊരിയത് തന്നെ കുറേ സാധനങ്ങൾ ഓൾറെഡി ഞാൻ ഊരിയിട്ടു. അപ്പോൾ കുറേ സാധനങ്ങൾ ഊരിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഊരിയേക്കുന്ന സാധനം ഈ പാനലൊക്കെ ഊരിയിട്ടുണ്ട്. പാനൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ പാനൽ. ഈ പാനലുണ്ടോ, അതൊരു മെറ്റൽ പീസാണ്. അത് ഞാനങ്ങ് ഊരിയിട്ട് അവിടെ എന്താ എന്നറിയാൻ വേണ്ടി തുറന്നതാണ്. അപ്പോൾ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ബ്ലാക്ക് പീസ് ഉണ്ടല്ലോ, ഇത് ഇവിടം വരെ പോയി ഇവിടെയാണ് എൻഡ് ചെയ്യണത്. ആൻഡ് ഇവിടെയാണ് ആ പാനൽ തന്നെ. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്കിലത്തെ സീറ്റ് തുറക്കാനുള്ള ആ ഒരു കീ ഇടുന്ന സ്ഥലത്തിൻ്റെ ആ ഒരു കേബിളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്ഥലം. പിന്നെ ഞാൻ ഊരിയത് ഈ സൈഡിലത്തെ ബോക്സ്, അതാണ് ഇരിക്കുന്നത്. ഇതിവിടെ ഇങ്ങനെ സൈഡിൽ വന്നൊരു പീസാണ്, കണ്ടോ. അതൊന്ന് ഊരി നോക്കി അവിടെ എന്താ അവസ്ഥ. അപ്പോൾ ഊരിയപ്പോഴത്തേക്കും അവിടെ എനിക്ക് ചെറിയൊരു ലീക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഇതെന്തിൻ്റെ ലീക്കാണെന്നറിയില്ല, ഇതൊന്ന് ചെക്ക് ചെയ്യിക്കണം എന്തായാലും. ഇവിടെ ചെറിയൊരു ലീക്ക് ഞാൻ കണ്ടായിരുന്നു. ഇത് ഊരിയപ്പോഴാട്ടോ ഞാൻ ശ്രദ്ധിച്ചേ, അവിടെ ഒരു ലീക്കാണെന്ന്. ഇതാണ് നമ്മുടെ റേഡിയേറ്റർ ഫാൻ, കണ്ടോ, റേഡിയേറ്റർ. ചിക്കൻ ഈ ഭാഗം അതിന് ചെറുതാണ്. ഇത്രയും പീസുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇത്രയും മാസമായിട്ട് തോന്നിക്കണേ ഈ ഒരു ഭാഗം. ഇത് ഊരിക്കഴിഞ്ഞാൽ ഒന്നുമില്ല. ശരിക്കും ചെറിയ ഒരു, കണ്ടോ, എൻജിൻ ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ ഇവിടെ. പിന്നെ ഈ അടിയിലുള്ള ഇതാണ് നമ്മുടെ എക്സോസ്റ്റ് പോയേക്കണേ, കണ്ടോ. ഇത്രയും ഇപ്പോൾ ഇവിടെ നിന്നാണ് ഡബിൾ സൈലൻസർ ആവണേ, ഈ സെൻറ്റർ പീസിൽ നിന്ന്. ഇവിടെ നിന്നാണ് നമുക്ക് ഡബിൾ സൈലൻസർ ആവണേ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഭാഗം ഇവിടെ ഒരു മെറ്റൽ പീസ് അടിക്കാനാണ് പ്ലാൻ മാത്രമേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഊരി നോക്കിയത് എന്താ അവസ്ഥ ഇത് ഊരിയാനുള്ളതെന്ന്. അപ്പോൾ ഇവിടെ എനിക്കൊരു ഐഡിയ ഉണ്ട്, ഇവിടെ ഒരു മെറ്റൽ പീസ് ഫിറ്റ് ചെയ്യാൻ, ഈ പ്ലാസ്റ്റിക് മാറ്റിയിട്ട് ഒരു മെറ്റൽ പീസ് ഫിറ്റ് ചെയ്യാൻ. അത് കുറച്ച് ഭംഗിയിൽ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. പിന്നെ ഞാൻ ഹെഡ് ലാമ്പ് ഊരാൻ സിമ്പിളാണ്. ഹെഡ് ലാമ്പ് ഭയങ്കര സിമ്പിളാണ്. ഈ 2 ബോൾട്ട് കണ്ടോ, ഇതും ഇവിടെ ഇതേപോലത്തെ ഈ ഒരു ബോൾട്ട് ഉണ്ടോ, ഇത് രണ്ടും കൂടെ ഊരിയ ഹെഡ് ലാമ്പ് ചുമ്മാ നമുക്ക് പൊക്കിയെടുത്ത് മാറ്റാം. അത് ഭയങ്കര സിമ്പിളാണ്. ഹെഡ് ലാമ്പ് ഊരാൻ ഭയങ്കര സിമ്പിളാണ്. ഇപ്പുറത്ത് ഒരു എന്ന് വെച്ചാൽ ഇപ്പുറത്തെ ആ പീസ് ഊരുമ്പോൾ നമുക്ക് ഇവിടെയാണ് റിസർവോയർ ഇരിക്കണത്. ആ പീസിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ റിസർവോയർ ഇരിക്കണത്, കണ്ടോ. അപ്പോൾ ഇവിടെ ഒരു വൃത്തികേടായിട്ട് തോന്നും, കാര്യം റിസർവോയറൊക്കെ പുറത്തിരിക്കണമെന്ന് നമുക്ക് ചെറിയൊരു ഒരു വൃത്തികേടുണ്ട്, എന്തൊക്കെയോ സാധനങ്ങൾ ഉള്ള പോലെ. പിന്നെ അതുകൂടാണ്ട് ഇവിടെയും നമുക്കൊരു ഓയിൽ ലീക്ക് ഉണ്ട്. അത് ഞാൻ നേരത്തെ കണ്ടത കാര്യമാണ്. ഇവിടെയും ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ട്. ഈ പാക്കിങ് ഒന്നും കൂടെ മാറണം. അപ്പം ഇതാണ് ഈ ഊരിയപ്പോൾ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഇപ്പുറത്തെ പീസ് ഞാൻ ഊരിയിട്ടില്ല. ഇത് ഊരാൻ, ഈ പാനൽ ഊരാൻ കുറച്ച് കഷ്ടപ്പാടാണ്. നമ്മൾ ഈ പീസ് മൊത്തത്തിൽ അങ്ങ് ഊരണം. ഈ ഒരു പീസ് ഉണ്ടോ, ഇവിടെയാണ് നമ്മുടെ ഫുഡ് പെഗും ബാക്കിലത്തെ ബ്രേക്ക് സിലിണ്ടറും ബാക്കിലത്തെ ഫുഡ് പെഗും എക്സോസ്റ്റും പിടിപ്പിച്ചേക്കണം. അപ്പോൾ അത്രയും ഭാഗം നമ്മൾ ഊരി കളയണം, എന്നാൽ മാത്രമേ ഈ പീസ്. ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്, മേളിൽ ഇവിടെ 2 ഉണ്ട്. പിന്നെ ഇത് മാറുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരെണ്ണം കൂടിയുണ്ട്. ആ ബോൾട്ട് ഊരിയാൽ നമുക്കിത് കാണാൻ പറ്റുള്ളൂ, ഇത് ഊരാൻ പറ്റുള്ളൂ ഈ സാധനം മൊത്തത്തിൽ. വേണ്ട, ഇത് ഇപ്പോൾ ഇപ്പുറത്തെ സൈഡ് കണ്ടോ, ഇവിടെ നിന്നാണ് സ്പ്ലിറ്റ് ആവണേ. ഇവിടെ നിന്നാണ് ഈ അടിഭാഗത്തു നിന്നാണ് സ്പ്ലിറ്റ് ആണെന്ന് കണ്ടോ, സ്പ്ലിറ്റായി പോയേക്കുന്നുണ്ട്. അപ്പോൾ പുതിയ മോജോയ്ക്ക് അവിടെ അപ്പുറത്തെ ഭാഗം കട്ട് ചെയ്ത് വെച്ചേക്കുക. അവിടെ ഹോള് ഉണ്ട്, പക്ഷെ അത് ക്ലോസ് ചെയ്ത് വെച്ചേക്കുക. ഇപ്പുറത്തെ പീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് വെച്ചാൽ ശരിക്കും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയുമെന്ന് വെച്ചാൽ അത്രയ്ക്ക് വലിയ വ്യത്യാസമൊന്നും വരില്ല. പുതിയ മോജും പഴയ മോജും എന്നാൽ ചെറിയൊരു വ്യത്യാസം തോന്നും. നമ്മുടെ അടിയിലത്തെ പീസ്, അതായത് നമ്മുടെ എക്സോസ്റ്റിൻ്റെ അവിടുത്തെ ആ പീസിൽ ആ പീസ് ഊരിയപ്പോഴത്തേക്കും കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് വെച്ചാണ്ടല്ലോ, ഇതിൻ്റെ ഈ പാനൽ കണ്ടോ, ഇതാണ് അതിൻ്റെ ആ അടിയിരിക്കുന്ന സാധനം. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു, പൊക്കി പിടിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ആ സാധനം. അപ്പോൾ ഇതിൻ്റെ അകത്തുണ്ടല്ലോ ഫുൾ അലുമിനിയം ഫോയിൽ കൊണ്ട് അവർ ഫില്ല് ചെയ്തേക്കാം. ഹീറ്റ് റെസിസ്റ്റൻസ് ഇത് മൊത്തം കണ്ടോ, അലുമിനിയം ഫോയിലാണ്
ഫുൾ അലുമിനിയം ഫോയിൽ കൊണ്ട് ഫില്ല് ചെയ്ത് വെച്ചേക്കും. ഇത് മൊത്തം ഒട്ടിച്ച് വെച്ചേക്കുക. ഫുൾ ഭാഗം ഫുൾ അലുമിനിയം ഫോയിൽ. അതിൻ്റെ അത് കൂടുതൽ ഹീറ്റ് കൊണ്ട് ഇതിന് ഒന്നും പറ്റാണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇതൊരു ഫൈബറാണല്ലോ, പ്ലാസ്റ്റിക്കാണ് ജസ്റ്റ്. അപ്പോൾ ഇപ്പോൾ ഇതൊരു പാഡോക്ക് സ്റ്റാൻഡിലോട്ടോ വെച്ചേക്കണേ. പാഡോക്ക് സ്റ്റാൻഡിലാണ് വെച്ചേക്കണേ. അപ്പോൾ ഓരോ പ്ലാനിങ് ഒക്കെ ആയിട്ട് നടക്കണം. സീറ്റ് നമുക്ക് ഊരിയ. ഇതാണ് അവസ്ഥ. ഇതാണ് ഫിൽട്ടർ ബോക്സ്. ഈ സാധനമാണ് ഫിൽട്ടർ ബോക്സ്. ഇതാണ് നമ്മുടെ ബാറ്ററി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഊരിയ സാധനങ്ങൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ആ സൈഡ് പാനൽ. ഒരു മെറ്റൽ പീസാണിത് ശരിക്കും പറഞ്ഞാൽ. കണ്ടോ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അത്ര വെയിറ്റ് ഇല്ല, എന്നാലും എനിക്ക് തോന്നുന്നു ഒരു കിലോ ഉണ്ടാവില്ല. ഏകദേശം ഒരു 500-600 ഗ്രാമിനും ഒരു കിലോ അടുപ്പിച്ചുണ്ടാവും. അതിന് കുഴപ്പമില്ലാത്ത വെയിറ്റ് ഉണ്ടാവും. അധികം വെയിറ്റ് ഒന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇതാണ് കീറുന്ന സ്ഥലം. ഇവിടേക്കാണ് നമ്മൾ ആ കേബിള്, ഊരി കിടക്കുന്ന കേബിളില്ലേ, ആ കേബിള് നമ്മൾ ഇതിലേക്കാണ് കയറ്റി പിടിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇങ്ങനെ ചിലവാക്കി. ഇത് കഴിഞ്ഞ് ഞാൻ വണ്ടി കഴുകുന്നതായിരിക്കും. ആ വീഡിയോ ഒന്നും തന്നെ ഞാൻ കാണിക്കില്ല. വണ്ടി കഴുകിയെന്ന് വൃത്തിയാണ്, കുറച്ച് ചെളിയൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഊരിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ജസ്റ്റ് ഒരു പ്ലാൻ ചെയ്യാനാണ്. എനിക്ക് എന്തൊക്കെ ഇനി ഇതിൽ കൊണ്ടുവരാൻ പറ്റും. ഈ അടിയിലത്തെ ഇവിടെ ഒരു മെറ്റൽ പീസ് കൊണ്ടുവന്നാൽ എനിക്ക് തോന്നുന്നത് നല്ലൊരു കാര്യമായിരിക്കും. കാര്യം അത് പ്ലാസ്റ്റിക്കാണ്, ഇടിച്ചാൽ ആദ്യം പൊട്ടാൻ പോകുന്ന സാധനം അതാണ്. അപ്പോൾ ഇവിടെ ഒരു മെറ്റൽ പീസ് കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും എന്ന് ജസ്റ്റ് നോക്കാനാണ്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ ഉണ്ട്. കാര്യം അവിടെ നമുക്ക് ഹോൾഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു നല്ലൊരു പീസ് ബിൽഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. പിന്നെ ഇതിൽ ഇനി ഊരാനായിട്ട് ഹെഡ് ലാമ്പ് ഉള്ളൂ, ബാക്കിയെല്ലാം സീനില്ല. പിന്നെ ഹാൻഡിൽ ബാർ എന്തായാലും മാറും. ഹാൻഡിൽ ബാർ മാറിയിട്ട് എനിക്ക് തോന്നുന്നു ഹിമാലയൻ്റെ ഹാൻഡിൽ ബാർ വെക്കാനാണ് എൻ്റെ പ്ലാൻ. അത് ഇത്രയും കൂടെ എനിക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുക, എനിക്ക് കുറച്ചും കൂടെ അഗ്രസീവ് പൊസിഷനാണ് ഇഷ്ടം. ഇതിപ്പോൾ ഭയങ്കര റിലാക്സ്, നമ്മൾ കിടത്തി ഉറക്കി കളയുക അങ്ങോട്ട്. നല്ലതാണ് എനിക്ക് പക്ഷേ കുറച്ചും കൂടെ അഗ്രസീവായിട്ടുള്ളൊരു പൊസിഷനാണ് ഇഷ്ടം, കുറച്ചും കൂടെ ഫോർവേഡായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഹാൻഡിൽ ബാർ മാറും എന്തായാലും. അപ്പോൾ ഇതൊക്കെയുള്ളൂ നമ്മുടെ പരിപാടികൾ ഇന്നത്തെ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഇനി ജസ്റ്റ് ഒരു മെഷർമെൻ്റൊക്കെ ചെയ്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു പിടിപ്പിക്കാം അല്ലേ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാണല്ലോ, ഇത് ഈ ഒരു ക്ലാമ്പ് ഉണ്ട്. ഇതാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ക്ലാമ്പ്. ഈ ക്ലാമ്പ് ഞാൻ ഇവിടെ ഇങ്ങനെ ഫിറ്റ് ചെയ്യും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, ഇവിടെ ഫിറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്. ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു മെറ്റൽ പീസ് അല്ലെങ്കിൽ ഒരു മെറ്റൽ ഷീൽഡ് പോലെ ചെയ്യാനാണ്. കാര്യം അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അത് പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യണം എന്തായാലും. ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്ലാൻ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഈ ഭാഗം, മുകളിലത്തെ ഭാഗം, ഈ ഭാഗം എങ്ങനെയെങ്കിലും വേറെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ചെയ്തൊന്ന് കവർ ചെയ്യണം. അതാണ് അടുത്ത പ്ലാൻ. പിന്നെ ഈ കാണുന്ന ഇതുണ്ടോ, ഈ ഒരു ബീഡിങ്ങൊക്കെ ഒരു തുരുമ്പിച്ചിരിക്കുക, അതൊക്കെ മാറണം. പിന്നെ ഇവിടെ ഈ റബ്ബർ ബീഡിങ് പോയൊക്കെ ഉണ്ടോ ടാങ്കിൻ്റെ, ഇത് മാറണം. അത് കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അത് നശിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും മാറണം. പിന്നെ ഇവിടെയും ടാങ്കിൻ്റെ ഒരു പിടുത്തമ്മനുണ്ട്. ഇവിടെയും നമ്മൾ ടാങ്ക് ബോൾട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ രണ്ട് സൈഡിലും. അവിടെയും വന്ന റബ്ബർ ബുഷുകൾ അതും മാറണം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് വണ്ടിയിൽ ചെയ്യാനുള്ള പരിപാടികൾ. ആദ്യം തന്നെ പയ്യെ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പയ്യെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാം നിങ്ങൾക്ക് വീഡിയോയിലൂടെ ഞാൻ എന്തായാലും കാണിച്ചിരിക്കും, ഒരു സംശയമില്ലാണ്ട് ഫുൾ എല്ലാ പരിപാടിയും ഞാൻ കാണിക്കും എന്തായാലും. അപ്പോൾ നമുക്കിനി സാധനങ്ങളൊക്കെ തിരിച്ചുപിടിപ്പിക്കാം. ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ചെയ്യാനുള്ളത്, ഇനി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണ്ടാവോ ഇല്ലയോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എൻ്റെ തുമ്പിയിലും ഈ സൈഡ് പാനലിലും ഇവിടുത്തെ മാറിയിട്ട് ഇവിടെ ഒരു മെറ്റൽ ഷീറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ഹോൾസ് ഉള്ളൊരു ഷീറ്റ് അടിച്ചിട്ടുണ്ടായി. അത് തന്നെയാണ് എനിക്ക് ഇതിലും പ്ലാൻ ചെയ്യാൻ. പക്ഷേ ഹോൾസ് ഉള്ളത് ഞാൻ ഇതിലടിക്കാനുള്ള കാര്യം ഇത് നല്ല രീതിയിൽ കവേർഡാണ്, മഴവെള്ളം കയറിയാൽ ഇതിൻ്റെ അകത്തേക്ക് കയറില്ല. അപ്പോൾ ഹോൾസ് എല്ലാം എന്തായാലും ഞാൻ അടിക്കണം. ഹോൾ ഇല്ലാത്ത ഒരു നല്ലൊരു ഡിസൈൻ നോക്കിയിട്ടായിരിക്കും ഞാൻ ഇതിൻ്റെ ഈ സൈഡൊന്ന് കവർ ചെയ്യാൻ പോണേ. യെസ്, അപ്പോൾ പണി കഴിഞ്ഞു. കൈയൊക്കെ രക്ഷയിലായിരുന്നു. ഫുൾ റീഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടോ. ഇനി വണ്ടി കഴുകലാണ് പണി.
അപ്പോൾ ഞാൻ പോയി വണ്ടി കഴുകട്ടെ. നിങ്ങളെല്ലാവരും വീട്ടിലെല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ യെസ്, അതായത് തന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ ബെല്ലിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം. മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം കൊച്ചിങ് ചാനൽ. ബൈ.